please subscribe my channel and press the bell button so you can get new videos and new notifications. So let's see how my mother makes smileys. So let's start. Guys, look here, what a beautiful smiley. It is very tasty and very yummy. So you will enjoy it a lot. So let's start. ഞാനിവിടെ ഒരു 3 പൊട്ടാറ്റോ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഒരു കുക്കറിലാണ് ഞാനിതൊന്ന് വേവിച്ചെടുക്കാൻ പോകുന്നത്. പൊട്ടാറ്റോ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ബ്രെഡ് ക്രംബ് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 6 സ്ലൈസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ അരികൊക്കെ സൈഡൊക്കെ റിമൂവ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ എല്ലാ സൈഡും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് ക്രംബ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. നമ്മുടെ പൊട്ടാറ്റോ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഗ്രേറ്ററിലാണ് ഞാനിത് ഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് ഉടച്ചെടുത്താലും മതി. വളരെ എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് മാഷായി കിട്ടും. ഇനി ഇതുപോലുള്ള ഗ്രേറ്ററാണ് ഉള്ളതെങ്കിൽ അതിൽ വെച്ച് നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ എല്ലാ പൊട്ടാറ്റോയും ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ സ്മൈലിക്ക് നല്ലൊരു ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയാണ്. പിന്നീട് നമുക്ക് അതിലേക്ക് പൊടിച്ച് വെച്ച ബ്രെഡ് ക്രംബും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ബ്രെഡ് ക്രംബ് മാറ്റി വയ്ക്കണം. അത് പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇനി അതിലേക്ക് ഒരു 4 ടീസ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ചപ്പാത്തിയുടെ മാവ് കുഴക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ഈ മിക്സ് റെഡിയാക്കി എടുക്കാൻ. നമ്മുടെ മാവ് കുറച്ച് ലൂസായിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ മാറ്റി വെച്ച ആ ബ്രെഡ് ക്രംബ് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് വീണ്ടും നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ പൊട്ടാറ്റോ മാവ് റെഡിയാകാൻ. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ചപ്പാത്തിയുടെ മാവ് പോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് കവർ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ എണ്ണ തൂവി കൊടുത്ത് നമ്മുടെ മാവ് അതിലേക്ക് വെച്ച് വീണ്ടും ഒരു കവർ അതിൻ്റെ മേലെ വെച്ചിട്ട് നമുക്ക് ഒരു ചപ്പാത്തി കോല് കൊണ്ടൊന്ന് പരത്തിയെടുക്കാം. നല്ല റൗണ്ട് ഷേപ്പിലൊന്ന് പരത്തിയെടുക്കാം. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. ഒരുപാട് തിന്നാകാൻ പാടില്ല, ഒരുപാട് തിക്കാവാനും പാടില്ല. ആ ഒരു ലെവൽ വേണം നമ്മൾ ഇതൊന്ന് പരത്തിയെടുക്കാൻ. ഇനി നമുക്ക് മേലെയുള്ള കവർ ഒന്ന് റിമൂവ് ചെയ്ത് ഒരു കുക്കീസ് കട്ടർ കൊണ്ടോ, ഞാനിവിടെ ഒരു കുൾഫി മേക്കർ കൊണ്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മുടെ അടുത്തില്ലെങ്കിൽ കുക്കീസ് കട്ടറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബോട്ടിൽ അത് വെച്ചൊന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ള മാവും ഇതേപോലെ ഒന്ന് പരത്തിയെടുത്ത് വീണ്ടും നമുക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു സ്ട്രോ എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഇതിൻ്റെ കണ്ണ് വരച്ച് കൊടുക്കുന്നത്. ഒരു സ്പൂൺ വെച്ചിട്ട് എൻ്റെ വായയും കൂടി വരച്ചെടുക്കുന്നുണ്ട്.
സ്ട്രോ ആണെങ്കിൽ നമുക്ക് കറക്റ്റ് അതൊന്ന് അതിൻ്റെ കണ്ണ് ഒരു ഹോൾ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി സ്ട്രോ ഇല്ലെങ്കിൽ സാരമില്ല, അതുപോലത്തെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. എല്ലാം നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് വരച്ചെടുക്കാം. എല്ലാ സ്മൈലിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി പാനിൽ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എണ്ണ നല്ല ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് സ്മൈലി ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫസ്റ്റ് എണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞ ശേഷം കുറച്ച് ലോ ഫ്ലെയിമിലിട്ട് വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ സ്മൈലി നല്ലൊരു ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ എല്ലാ സ്മൈലിയും നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഈ പൊട്ടാറ്റോ സ്മൈലി. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ സ്മൈലി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കിഡ്സിനൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്കെല്ലാം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. Thank you.